എരുന്തിറച്ചി സാധാരണ ഈ ഒരു രീതിയിലാണോ നിങ്ങൾ റെഡിയാക്കി എടുക്കാറുള്ളത്? സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതാ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ എരുന്തിറച്ചിയിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ എരുന്തിറച്ചി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. അത് പ്രശ്നമാക്കേണ്ട, അതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയിലായിട്ട് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇതുപോലത്തെ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ ചീൻചട്ടിയിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എരുന്തൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നതിന് ശേഷം അതിനൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്ത് വീണ്ടും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു എരുത്തിറച്ചി ഇതിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സവാള വഴറ്റി എടുത്താലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ തുറന്ന് നമ്മുടെ എരുന്തിറച്ചി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടിഭാഗത്തുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ശേഷം നമ്മുടെ സവാളയെ കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും പിന്നെ കുറച്ച് ഫിഷ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഇതുപോലെ നമ്മുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എരുന്ത് കുറേശ്ശായിട്ട് ഇതിലൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഞാനിതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്.